പോച്ചയൊക്കെ കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് പെട്ടെന്ന് അങ്ങ് ഉണങ്ങി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. സൈഡിൽ കൂടെ ഇറങ്ങി പോകണം. അവിടെ കൽക്കട്ട കുഴപ്പമില്ല. ഇതൊക്കെ മുജി ഒരു 3/4 കിലോ ഉണ്ട്. 3/4 കിലോ ഫ്രോഗ് നല്ല രീതിയിൽ കയറി കേട്ടോ. ഞാൻ വിചാരിച്ചു പോയെന്ന്. കാരണം ഇവിടെ ഫ്രണ്ടിലോട്ടൊക്കെ ഇവിടെ നിന്ന് എന്തായാലും 2 എണ്ണം കിട്ടി. സാരമില്ല, ഞൊട്ടാണെങ്കിൽ ഞാൻ എടുക്കുന്നു. അയ്യോ, എൻ്റെ ഞൊട്ട പോയേ. അടിച്ചു. നാല് വരാല് ഒരു ചെറുതൊക്കെ കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കിടന്ന പോച്ച എല്ലാം അങ്ങ് നൂർന്നങ്ങ്. നമുക്ക് അവിടെ പോയി നിൽക്കാം. കഴിഞ്ഞിടയ്ക്ക് നമ്മൾ അവിടെ നിന്നാണ് അത്യാവശ്യം സൈസ് 1-2 വരാൽ നമ്മൾ പിടിച്ചത്. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ആദ്യം അവിടെ അടിച്ചിട്ട് നമുക്ക് ഇപ്പുറത്തോട്ടൊക്കെ വന്നാൽ മതി. അപ്പോൾ തെക്കിച്ചോട് നേരെ ഒന്ന് വെളുക്കും. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. മീനൊന്നും കിട്ടിയിട്ടില്ല, രാവിലെ ഇറങ്ങിയതേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സ്പോട്ടിൽ തന്നെയാണ്. അവിടെ സിലോപ്പികളൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷെ നമുക്ക് ഇപ്പം കാണത്തില്ല. വന്ന് വെള്ളം ഭയങ്കര കലക്കലാണ്. അപ്പം അത് കഴിഞ്ഞ് ഞാനെൻ്റെ സുഹൃത്തുക്കൂടെ കഴിഞ്ഞ ദിവസം കൂടെ അവിടെ ഇറങ്ങിയായിരുന്നു സ്റ്റിക്ക് അടിക്കാൻ. അപ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല. 1-2 ചെറിയ വരാലെ കിട്ടി. കൂടെ ഉള്ള നമ്മുടെ സുഹൃത്തിന് 2-3 വലിയ മീൻ മിസ്സായിപ്പോയി. അപ്പം അവനൊന്നില്ല. അയ്യോ, ഞാനേന്നുള്ളൂ. ഞാനിന്ന് ഒറ്റയ്ക്കാണ്. അങ്ങോട്ട് പോവുകയാണ്. രാവിലെ 6:30 കഴിഞ്ഞു. നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ. നമുക്ക് നല്ല സ്പോട്ടിലോട്ട് പോയിട്ട് നോക്കാം. നല്ല രസം ഇവിടെയൊക്കെ എന്തോ നടക്കാനൊക്കെ നല്ല രസമാണ്. പുറകെ സ്കൂളാണ്. അപ്പോൾ അത് കുറച്ച് തെളിവുണ്ട്. പക്ഷെ നമ്മൾ ഫ്രോഗ് അടിച്ചാൽ കുഞ്ഞു ഫ്രോഗ് ആയതുകൊണ്ട് എത്രത്തോളം പോകുമെന്ന് നമുക്ക് ഉറപ്പില്ല അന്നത്തെ കാര്യം. അപ്പോൾ നമുക്കിത് അടിച്ച് നോക്കാം. മാക്സിമം അടിച്ച് നോക്കാം. എങ്ങനെ പോകുമെന്ന് വെച്ചാൽ ഈ സൈഡിൽ കൂടെ ഇറങ്ങി പോകണം. അവിടെ കൽക്കട്ട, പക്ഷേ ഈ കല്ലെല്ലാം പണ്ടാരം ഇടിഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇതുവഴി പെട്ടെന്ന് നമുക്ക് കയറി അവിടെ ചെന്ന് നിൽക്കാം. അയ്യോ 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 അയ്യോ. ഇവിടെയാണ് നമ്മളിത് ഇപ്പം സ്റ്റിക്ക് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചടിച്ച് നോക്കാം. സിലോപ്പിയ ഇതെല്ലാം കിടന്ന് ഓടുന്നത് കേട്ടോ. സിലോപ്പിയ ഉണ്ട് ആവശ്യത്തിലൂടെ, പക്ഷേ നമുക്ക് കാണത്തില്ല. അപ്പം പിന്നെ സിലോപ്പിയയ്ക്ക് വേണ്ടി നമ്മൾ വെറുതെ മെനക്കെട്ടിട്ട് കാര്യമില്ല. ഞെട്ടാ വല ആദ്യത്തെ ഏറി തന്നെ അടിച്ചിട്ടുണ്ട്. ഞൊട്ടാ വലയാണ്, ഞൊട്ടാ വല. കുഴപ്പമില്ല, ഇതൊക്കെ എടുക്കാം. തുറന്ന് കിട്ടാത്തവന് പിന്നെ ഇതൊക്കെ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് വരാൽ നമ്മുടെ ഞൊട്ടാ വല. ആദ്യത്തെ വരാൽ കയറി. ഞൊട്ട വല ഞൊട്ടയാണെങ്കിൽ നമുക്ക് കയറി. നമുക്കിനി കാസ്റ്റിംഗ് തുടരാം. അടിച്ചു. മിസ്സാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കിട്ടിയ ഭാഗ്യം. മുജി. അയ്യോ, വലിച്ചെടുക്കാനും
വെയിറ്റ് ചെയ്യാം. പോകല്ലേ. ഈശ്വരാ. ഓ യെസ്. ഓ റിസ്ക്, ഹൈലി റിസ്കിലെടുത്ത്. ഹൈലി റിസ്കിൽ ഫ്രോഗ് നല്ല അടിച്ച് നല്ല അണ്ണാക്കണം തന്നെ. ഒരു 3/4 കിലോ ഉണ്ട്. 3/4 കിലോ. കൊള്ളാം ഉണ്ടോ? ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ നമ്മുടെ അക്കത്ത? വാവ്, എടുത്തേക്കാം. ഓ ഫ്രോഗ് നല്ല രീതിയിൽ കയറി കേട്ടോ. അതുകൊണ്ടാണ് ആശാൻ പോകാഞ്ഞത്. നല്ല ഇരിക്കുന്നുണ്ട് ഫ്രോഗ്. എൻ്റെ പ്ലെയർ ചെറുതാണ്, അതാ ഒന്നാമത്തെ ഒരു കാര്യം. എൻ്റെ പ്ലെയർ ചെറുതായതുകൊണ്ട് ഇച്ചിരി പാടാണ് എടുക്കാൻ. ഒരിതും കൊണ്ട് ഇറങ്ങിയില്ല. ഓക്കെ, നമ്മൾ ഹൈലി റിസ്കിലാണ് നിൽക്കുന്നത്. ഒന്ന് താഴോട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് വേഗം കൊല്ലിയിലോട്ട് മാറ്റാം. ഞാൻ വിചാരിച്ചു പോയെന്നാണ്. കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് വലിച്ചു കയറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു മെനക്കെട്ട പണിയത്. എന്തായാലും കയറി കേട്ടോ. ഓക്കെ, നമുക്കിനി കാസിങ് വരാം. ചെറുത് ആ കൊണ്ടുപോകലെ കാണുമ്പോഴേ അറിയാം ചെറുതാണ്. അച്ചടാ. ഫ്രോഗ് പോച്ചയിൽ നിന്നപ്പോൾ അടിച്ചത്, പോച്ചോട് ചേർന്ന് അടിച്ച്. അതുകൊണ്ട് കിട്ടിയിട്ടില്ല. സോ സാഡ്. നോക്കാം അടുത്തൊന്നുകൂടെ എറിഞ്ഞ്. അതെന്നതാ? കിണ്ണൻ. പക്ഷെ ഫ്രോഗ് എടുത്തില്ല കേട്ടോ. നോക്കട്ടെ, എറിഞ്ഞ് നോക്കാം. കുറച്ച് എറിഞ്ഞ് നോക്കാം. നമുക്കിവിടുന്ന് ചെറുകെ നീങ്ങി ഫ്രണ്ടിലോട്ടൊക്കെ പോവാം. ഇവിടുന്ന് എന്തായാലും 2 എണ്ണം കിട്ടി. ഒരെണ്ണോടെ അടിച്ചായിരുന്നു, പക്ഷേ അവനത് കറക്റ്റായിട്ട് കിട്ടിയില്ല. ഫ്രോഗ് വെറുതെ നമുക്കിവിടുത്തെ ടൈം കളയണ്ട. ഫ്രണ്ടിലോട്ട് നമുക്ക് നീങ്ങാം. അവിടെ ഇവിടെയെല്ലാം ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. ആ ഗ്യാപ്പുകളൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ഫ്രണ്ടിലോട്ട് നടക്കാം. നമ്മൾ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു തെളിവ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഇതുവഴി എറിയുമെന്ന് ഇനി കണ്ടുപിടിക്കണം. അതാണ് ടാസ്ക്. കാരണം ഈ കെടേശ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ്. സത്യം പറഞ്ഞാൽ മീനെയൊക്കെ കയറ്റാൻ ഹൈലി റിസ്ക്കാണ്. ഇതാണ് ആ ഒരു ഗ്യാപ്പ്. പക്ഷേ എങ്ങനെ നിന്ന് എറിയുമെന്ന് പോലും ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞാൽ. ഇതെങ്ങനെയൊക്കെ നിൽക്കാം. ഞൊട്ട സാരമില്ല. ഞൊട്ടാണെങ്കിൽ ഞാൻ എടുക്കുന്നു. അയ്യോ, എൻ്റെ ഞൊട്ട പോയേ. മോനെ എവിടെ പോകും? മോനെ എങ്ങോട്ടാണ് നോക്കുന്നേ? നടക്കത്തില്ല. മോനെ കൊല്ലിയിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ 3ാമത്തെ വരാൽ കരയ്ക്ക് കയറി വരാൽ. ഓക്കെ, നോക്കാം ഇവിടെ നിന്ന് വേറെല്ലാം കിട്ടുമോ നോക്കാം. ഇവിടെ വല കണ്ടു, ഇങ്ങനെ വല ഇട്ടേക്കുക. നമുക്ക് അങ്ങോട്ടൊക്കെ അടിച്ച് നോക്കാം. അടിച്ചു.
എനിക്ക് സൈഡിൽ കയറുന്നൊരു കൊണ്ടുപോക്കവന് വളരെ ഫുൾ. അപ്പം നമ്മുടെ 4ാമത്തെ വരാല് കുഴപ്പമില്ല. ഇത് ചെറുതിനേക്കാളൊരല്പം വലിയ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ ഇവനെടുത്ത് കൊല്ലിയിലിടും പറ്റാം. കള്ളക്കോഴി. ഇവിടെ എല്ലാം ചിക്കടിക്കാർ വിടുന്നൊരു ഏരിയയാണ്. അപ്പം നമുക്ക് നിലവിൽ ഇപ്പം 4 കിട്ടിയിട്ടുള്ളൂ. നമുക്ക് ഇവിടെ തിരിച്ച് പോകുന്ന വഴിക്ക് നമുക്ക് മീൻ അടിച്ചെടുത്തൊക്കെ ഒന്നുകൂടെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എറിഞ്ഞ് നോക്കാം, എല്ലാം കിട്ടുമെന്ന് നോക്കാം. കിട്ടുവാണെങ്കിൽ കൊള്ളാം. സമയം 8:30 ആവുന്നു. ഇതുവരെ 4 കയറി, കുഴപ്പമില്ല. നമുക്കന്നേരം നോക്കാം കുറച്ച് നേരം കൂടെ. അപ്പോൾ മച്ചാന്മാരെ നിലവിൽ ഫിഷിങ് നിർത്തി. 4 വരാല് ഒരു ചെറുത് ഉരുപ്പോയി. മൊത്തം 5 ഉണ്ടായിരുന്നു. സമയം 9 മണിയായി. ഇത്രയും നേരം നിന്നടിച്ചിട്ട് വേറെ ഒന്നും നമുക്ക് അടിച്ചില്ല. കാരണം ഇവിടെ സ്റ്റിക്കടിക്കാരൊക്കെ ഡെയിലി വരുന്നതായതുകൊണ്ട് ഇത്രയും തന്നെ കിട്ടിയത് നമുക്ക് നമ്മുടെ ഭാഗ്യം. സോ ഇതൊക്കെ ചെറിയൊരു ഫിഷിംഗ് വീഡിയോ ആണ്. നമുക്ക് അടുത്ത ദിവസം നല്ലൊരു ഫിഷിംഗ് വീഡിയോ കാണുമ്പോഴേ നമ്മളെല്ലാവരും ഡാംഗ്ലസ് മത്സ്യന്മാർക്കും ചേട്ടാ. ഏകദേശം വരാൽ എല്ലാം കൂടെ ചേർത്തൊരു 1.5 കിലോ മേളിലുണ്ട്.